എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ക്രീം ഉണ്ടല്ലോ അത് എനിക്ക് തന്ന മാറ്റം അത് ഭയങ്കര അത്ഭുതപ്പെടുത്തുന്നു കേട്ടോ. സ്കിന്ന് ഭയങ്കരമായിട്ട് ഗ്ലോ കിട്ടി, അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ലൈറ്റനായി. അതുമാത്രമല്ല ഫേസ് ഭയങ്കരമായിട്ട്, എനിക്കറിയില്ല, പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പെട്ടെന്ന് അങ്ങോട്ട് പോയി. പക്ഷേ എനിക്ക് നിങ്ങളോട് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. എനിക്ക് ചേഞ്ചസ് തോന്നിയിട്ടുള്ള ആ ഒരു ക്രീം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ അതിന് മുന്നേ എന്തുകൊണ്ടും ആൾക്കാർ ഇതിലോട്ട് എത്തിയില്ല, അല്ലെങ്കിൽ ആരും കണ്ടില്ല എന്നുള്ളതിൽ എനിക്ക് സങ്കടമുണ്ട് കേട്ടോ. ഈ ഒരു ക്രീമൊക്കെ സത്യം പറയുകയാണെങ്കിൽ ഇത് ആൾക്കാരോട്ട് എത്തേണ്ടതാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ആൾക്കാർ എപ്പോഴും വൈറലായിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ മുകളിലോട്ടാണ് കുത്തിപ്പൊന്തി നിൽക്കാറ്. ഗൈസ്, ഇനി എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഡിസ്ക്ലൈമർ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ കാണാണ്ടിരിക്കാം. പക്ഷെ എനിക്കിത് പറയണം, ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് എനിക്കിത് പറയണമെന്ന് തോന്നി. അതായത് കുറച്ച് മനുഷ്യരെന്ന് ഞാൻ പറയുന്നില്ല, അവര് മനുഷ്യവർഗത്തിൽ പെടുവോ എന്ന് എനിക്ക് അറിയില്ല. കാരണം നമ്മളുമായി ബന്ധപ്പെടാത്ത കുറച്ച് കമന്റ്സുകൾ ഞാൻ കാണാൻ ഇടയായിട്ടുണ്ട്. അതായത് ഞാനും ആ കമന്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതാണ് ഞാൻ നിങ്ങളോട് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട്, നമ്മളെ ഈ ലോകത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം ഒന്നും ഈ ലോകത്ത് ഇല്ല. ആകപ്പാടുള്ള ഒരു കാര്യം എന്താണെന്ന് പറയുക, പണം മാത്രമാണ്, പൈസ. അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നതും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്കത് ശരിയാവണമെന്നില്ല, പക്ഷെ മറ്റൊരാൾക്കത് എന്താണ്, മോശമായിരിക്കാം. അതുപോലെ തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അതായത് എനിക്ക് ഇങ്ങനെ ഇരിക്കണം, ഞാൻ ഇങ്ങനെ ആവണം, എൻ്റെ മുടി ഇങ്ങനെ ഇരിക്കണം, ഇതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ ചോയ്സാണ്. അതിനാണ് ബ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ബ്യൂട്ടി കോൺസെപ്റ്റ് എന്നൊക്കെ പറയല്ലോ നമ്മൾ, അത് അവരുടെ ഒരു ബ്യൂട്ടി കോൺഷ്യസ് ആണെന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അതൊക്കെ ഓരോരുടെ ഇഷ്ടം, അവർ കൂടുതലും അതിൽ കെയർ ചെയ്യുന്നവരായതുകൊണ്ടാണ്. ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ എല്ലതും ഉൾപ്പെടും. അല്ലാതെ അതിൽ ഞാൻ വീഡിയോയിൽ സ്കിൻ വൈറ്റനിങ് വീഡിയോസ് എന്ന് പറയുമ്പോൾ തന്നെ കുറേ ആൾക്കാർ നെഗറ്റീവ് അടിക്കാറുണ്ട്. ഇതൊക്കെ എന്തിൻ്റെ ആവശ്യമാണ് എന്നുള്ളത്. സോ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ കാണാണ്ടിരുന്നാൽ മതി. അല്ലാതെ വെളുത്താൽ മാത്രം സുന്ദരിയാവുള്ളൂ, അല്ലെങ്കിൽ വെളുത്തില്ലെങ്കിൽ മോശമാണ്, അല്ലെങ്കിൽ അങ്ങനൊന്നും ഞാൻ എൻ്റെ നാവ് കൊണ്ട് ഇന്ന് വരെ പറയാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ അമ്മാരുടെ ചെറ്റത്തര കമന്റുകൾ ഉണ്ടെങ്കിൽ മര്യാദക്ക് ഒഴിവാക്കാൻ നോക്കുക. അമ്മാരുടെ കമന്റിന്റെ മേലിൽ എൻ്റെ വീഡിയോയിൽ ഉണ്ടാവാൻ പാടില്ല. അതെനിക്ക് ഇഷ്ടമല്ല. കാരണം നമ്മളുമായി ബന്ധപ്പെടാത്ത കമന്റ് അവിടെ വേണ്ട. ഞാനിവിടെ ഇഷ്ടമുള്ളവർക്കാണ് വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഞാനിവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന വേറെ കുറെ ആൾക്കാരുണ്ട്. അവർ മാത്രം കണ്ടാൽ മതി, അല്ലാത്തവർ ഇത് കാണേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മര്യാദയാണത്, വേണ്ടെങ്കിൽ കാണണ്ട എന്നുള്ളത്. അല്ലാതെ അവിടെ വന്നിങ്ങോട്ട് വെറുതെ ഒരാൾ മനുഷ്യന്മാര് വെറുതെ വീഡിയോ എടുത്തു നിങ്ങളുടെ ചാടി ചെയ്താടി പൊടി ഇടണമെന്നൊന്നും പറയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. വേണമെങ്കിൽ ചെയ്താൽ മതി, വേണ്ടെങ്കിൽ ചെയ്യേണ്ട. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ നിങ്ങൾ ചെയ്യുക, ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതാണ് ഭംഗി അതാണ് ഭംഗി എന്നല്ല. ഭംഗി അവിടെ എടുക്കട്ടെ. ഭംഗിന്റെ കാര്യമൊന്നും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഭംഗി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടങ്ങൾ എന്നാണ്. ആ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. സോ അങ്ങനെ ആവശ്യമുള്ളവർ മാത്രം ഇത് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു 2 പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഈ ഒരു ഫേസ് വാഷും അതേപോലെ തന്നെ ക്രീമുമാണ്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയണം, ഈ ആൾക്കാരെന്ന് പറഞ്ഞാൽ വൈറലായിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ പുറകെ പോകും. അതിൻ്റെ ഗുണമോ ബെനിഫിറ്റ് എന്താണെന്നൊന്നും ഒരൊറ്റൊന്നിനും അറിയില്ല. സത്യം പറയുകയാണെങ്കിൽ എനിക്കതിൽ ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെർബല്യ നാച്ചുറൽ ഗ്ലൂട്ടാത്തയോൺ ആൻഡ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് വാഷ് ഉണ്ട്. അതുപോലെ റീസെൻ്റ്ലി യൂസ് ചെയ്ത കിടില സാധനമാണ് കേട്ടോ. നല്ല സ്കിന്ന് ലൈറ്റൻ ചെയ്യാനും ഗ്ലോ ചെയ്യാനൊക്കെ സഹായിക്കും. പിന്നെ അതും മാത്രമല്ല നമ്മുടെ പിഗ്മെൻറ്റേഷനും പോകുന്നുണ്ട്, ഡാർക്ക് സ്പോട്ട്സും പോകുന്നുണ്ട്, മെലാസ്മിൻ കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇത് പാരബൻ ഫ്രീ ആണ്, മിനറൽ ഫ്രീ ആണ് കേട്ടോ. പിന്നെ കുറേ ആൾക്കാർക്ക് ഒരു ഡൗട്ടാണ്, ചില ഫേസ് വാഷുകൾ അങ്ങനെ പതയാറില്ല എന്നുള്ളത്. പക്ഷേ ഇത് നന്നായിട്ട് പതയുന്നുണ്ട് കേട്ടോ. അത് ഭയങ്കരമായിട്ട് ഒരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കഴുത്തിലും കൂടി യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇതിൽ അലോവേര, ടെർമറിക്, ലെമണും അതുപോലെ തന്നെ വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും ഒക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യും കേട്ടോ. പിന്നെ ഇതെല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബോയ്സിനും ഗേൾസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് യാതൊരു പ്രശ്നവും വേണ്ട കേട്ടോ. 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. അപ്പം ഞാൻ ഇത്രയും ചലച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ക്രീം കൊണ്ടാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഗൈസ്, വിപണിയിൽ ഇതൊന്നും നല്ല ആൾക്കാരിലോട്ട് എത്താതെ ഇരുന്നതെന്നറിയില്ല. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം എന്തൊരു മാറ്റാമെന്നറിയോ ഈ ഒരു ക്രീം കൊണ്ട്. നല്ല സ്കിന്ന് ലൈറ്റും ചെയ്യുന്നുണ്ട്, ഗ്ലോ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പിഗ്മെൻറ്റേഷനും മാറുന്നുണ്ട് കേട്ടോ. നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹെർബല്യ നാച്ചുറലിൻ്റെ ഗ്ലൂട്ടാത്തോൺ ആൻഡ് വൈറ്റമിൻ സി ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ഗ്ലോ സ്കിൻ വൈറ്റനിങ് ക്രീമാണിത്. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100% നാച്ചുറലാണ്, ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. ഇത് നോക്കുകയാണെങ്കിൽ പാരബൻ ഫ്രീ ആണ്,
ആണ്, മിനറൽ ഓയിൽ ഫ്രീ ആണ്, എസെൻസ് ഫ്രീ ആണ്. സോ ഇത് നമ്മുടെ പിഗ്മെൻറ്റേഷൻ റിമൂവ് ചെയ്യാനും അതുപോലെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറും. പിന്നെ അതും മാത്രമല്ല നമ്മൾ വെയിലൊക്കെ കൊണ്ടിട്ട് നമ്മളെ മുഖം ഭയങ്കര ടാനഡ് ആയിട്ടുണ്ടാവും, അതൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഗ്ലൂട്ടാത്തിയോണും വൈറ്റമിൻ സിയും കോജിക് ആസിഡും നിയാസൈമൈഡും ആർബൂട്ടിനും അലോവേര മുലാത്തിനും ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ അടങ്ങിയത് കൊണ്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ചെയ്യാനും ലൈറ്റൻ ചെയ്യാനും സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിൽ SPF 30 കേട്ടോ. അതായത് നമ്മൾ വെയിലൊക്കെ കൊണ്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വെയിലൊക്കെ കൊള്ളുന്ന ആൾക്കാരാണെങ്കിലും പേടിക്കേണ്ട. ഇതിൽ SPF 30 ആണ്, നമ്മൾ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും വെയിലിൽ നിന്നൊക്കെ. അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കേണ്ട. അപ്പോൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകിയതിൻ്റെ ശേഷം നൈറ്റിലും അതുപോലെ തന്നെ രാവിലെയാണ് ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നത് കേട്ടോ. 2 നേരം യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇത് നന്നായിട്ട് സ്കിന്നിനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ, നെക്കിലൊന്ന് യൂസ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ കണ്ണിൻ്റെ അവിടെ ആക്കാൻ പാടില്ല. പിന്നെ ഇടുന്നതിന് മുന്നേ നിങ്ങളൊന്നൊരു പാച്ച് ടെസ്റ്റ് നേരിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. പിന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, ആണിനും പെണ്ണിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ കാര്യത്തിൽ നിന്ന് ഒരു പേടിയും പേടിക്കണ്ട, ഭയങ്കരമായിട്ട് റിസൾട്ടാണ് കേട്ടോ. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. പിന്നെ ഇതിന്റെ ഒരു പേഴ്സണൽ റിവ്യൂ ആണ്, ഇത് ഞാൻ കുറെ കാലത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാത്തതിന്റെ മെയിൻ ഒരു കാര്യം എന്താണെന്ന് അറിയോ, ഒക്കെ കൂടി വന്നിട്ട് ഇത് പ്രമോഷൻ ആണ്, അതാണോള് കാണിച്ചു തന്നത്, ഓക്ക് പൈസ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒന്നല്ല കേട്ടോ, പൈസ കിട്ടാനാണെങ്കിൽ നമുക്ക് ഈ പണിയൊന്നും ചെയ്യണ്ട, നമുക്ക് വേറെ എന്തൊക്കെ പണികളുണ്ട്, പല പണികളുണ്ട്. സോ അതൊന്നും നമുക്ക് ആവശ്യമില്ല, നമുക്ക് നല്ല അന്തസ്സായിട്ട് ഇങ്ങനെ പോയാൽ മതി, അതാണ് എനിക്കിഷ്ടം. സോ ഈ പ്രൊഡക്റ്റ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന എൻ്റെ നൈറ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ഉൾപ്പെടുത്തുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയായിട്ട് ഇത് രണ്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ, വേണമെങ്കിൽ യൂസ് ചെയ്യേണ്ട, നിങ്ങളുടെ ഇഷ്ടമാണ്. സോ എന്തായാലും ഈ ഒരു ക്രീം നിങ്ങൾ വാങ്ങിക്കാൻ നോക്കട്ടെ, അടിപൊളി ക്രീമാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇത്. ഭയങ്കര സ്കിൻ ഗ്ലോ ആവുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം. അപ്പോൾ ഈ ഒരു 2 പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി തന്നെ ഇവരുടെ വെബ്സൈറ്റിൽ കയറി വാങ്ങിക്കാം കേട്ടോ. കിടിലൻ പ്രൊഡക്റ്റാണ്, പോയിട്ട് വാങ്ങിക്കാം. സോ അപ്പോൾ അടുത്ത നല്ല വീഡിയോ വരുന്നവരെ ബൈ.